ഇന്നത്തെ ഗോസ്പലിൽ യേശു പറയുന്നൊരു വചനമുണ്ടല്ലോ, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിനെന്ന്. ഈ വചനം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഈ പറവകൾക്ക് എന്താ പ്രത്യേകത? കുറച്ചറിയണമെന്നൊരു ആഗ്രഹത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദേശാടന പക്ഷിയെക്കുറിച്ച് അറിഞ്ഞത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 3 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ദേശാടന പക്ഷി 1000 കിലോമീറ്ററുകളോളം പറന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത്. ഒന്നാമത്തെ കാരണം ഇതാണ്, അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ആ ഭക്ഷണത്തിന് വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കും. 2, അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ടാണ്. അതിനുവേണ്ടി ആയിരക്കണക്കിന് ദൂരം സഞ്ചരിക്കും. 3ാമതായിട്ട് കാലാവസ്ഥ വ്യതിയാന സമയത്തും ഇത് ദൂരങ്ങൾ സഞ്ചരിക്കും. കൂടുതലും തണുപ്പിൽ നിന്ന് ചൂടിലേക്കാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഈ സഞ്ചാരത്തിന് വേണ്ടി സഹായിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, സൂര്യൻ്റെ പ്രകാശമാണ് ഇതിൻ്റെ സഞ്ചാരയോഗ്യത്തിന് ഒത്തിരി വഴിത്തിരിവായി മാറുന്നത്. 2, നക്ഷത്രങ്ങളാണ്. 3ാമതായിട്ട് ഭൂമിയുടെ ഗ്രാവിറ്റിയാണ്. ഈ 3 ഫോഴ്സും കൊണ്ടാണ് ഇത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, ഇതിനെവിടെയും കൂടുകൂട്ടി അധികം നാൾ ജീവിക്കത്തൊന്നുമില്ല. പക്ഷേ അതിന് കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട്, അതിന് ഭക്ഷണം കിട്ടാനായിട്ട്, അതിൻ്റെ സർവൈവലിന് വേണ്ടി അത് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും. അതിനങ്ങനെയാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനത്രത്തോളം പറക്കാനുള്ള ശക്തിയുണ്ട്. അതിങ്ങനെ സന്തോഷത്തോടെ പറന്ന് ഉയരുന്നോണ്ടേയിരിക്കും. എത്ര കിലോമീറ്ററുകൾ വേണമെങ്കിലും ഒരുമിച്ച് അതിന് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും. ഇത് വായിച്ചപ്പോൾ ഒത്തിരി അത്ഭുതം തോന്നി. ദൈവത്തിൻ്റെ സൃഷ്ടികളൊക്കെ എത്ര മനോഹരമാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് മനുഷ്യപുത്രനല്ലേ. അതുകൊണ്ടാണ് യേശു എന്ന് പറയുന്നത്, നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്ക്, അതിനെന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനെ നിങ്ങൾ വറീഡാകുന്നത്. നിങ്ങളും വറീഡാകുന്ന സെയിം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, നാളെ എന്ത് ചെയ്യുമെന്നോർത്ത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നോർത്ത് നിങ്ങൾ ഒത്തിരി വറീഡാണ്. നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്ക്. അതിനെ വളരെ ക്രിയേറ്റീവായിട്ട് പറക്കാനും ക്രിയേറ്റീവായിട്ട് അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ദൈവം തന്നെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് സഹായത്തിന് സൂര്യനെ കൊടുത്തു, നക്ഷത്രത്തിനെ കൊടുത്തു, ഗ്രാവിറ്റി ഫോഴ്സ് കൊടുത്തു, അതിന് മനസ്സിലാക്കി പറക്കാനുള്ള കഴിവ് കൊടുത്തു, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്. വെറുതെ പറക്കുന്ന ഒരു പറവയ്ക്ക് പോലും ഇത്രയും സൗകര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിത്ര വറീഡാകുന്നത്? നിങ്ങളുടെ സൃഷ്ടിയുടെ മകുടം, അത് മറക്കരുത്. നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തെ ഒരു ടെൻഷൻ അടിക്കുന്നത്? ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന സമയത്ത് ഇനി എങ്ങനെ ചെയ്യാം എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാര്യം ദൈവം വളരെ കൃത്യമായ കഴിവും അറിവും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താവും. നമ്മൾ ഒട്ടും വറീഡാകേണ്ട ആവശ്യമില്ല. നമ്മൾ നാളെ എന്ത് എന്ന് ചിന്തിച്ച് വല്ലാണ്ട് ശരീരവും മനസ്സും തളർത്തുന്ന സമയത്ത് എന്തിന് എത്രത്തോളം വറീഡാകുന്നത്? നമ്മൾ അലട്ടുന്ന എന്ത് പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് കണ്ടെത്താവുന്ന ഏക ഉത്തരത്തിൻ്റെ പേര് ക്രിസ്തു എന്നാണ്. ആ ക്രിസ്തു എന്ന ഉത്തരത്തിനിടയിൽ നമുക്ക് കൃത്യമായി വഴി തെളിഞ്ഞു കിട്ടും. അങ്ങനെയൊന്നും തെളിയാത്ത ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ അവൻ്റെ നീതിയും രാജ്യം അന്വേഷിക്കുക, ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.